നമുക്ക് കുറേ നേരത്തേക്ക് സമയം തീരെ അങ്ങോട്ട് മറന്നു കളയുക. എന്നാലേ എന്തെങ്കിലും സ്വല്പം ഒന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. സംസാരിക്കണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാദ് ഗുണിച പരമം ബ്രഹ്മകമിദം സമാധിഷ്ടം യൈസ്താൻ അഭിസതതമീഡേ ഗുരുവരാൻ. മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാന തിമിരാരുണഃ. ഹരി ഹരി ഓം തസ്. നമുക്ക് പതിവ് പോലെ നിങ്ങളെല്ലാവരും കൂടി കൂട്ടായി സംയുക്ത രൂപത്തിൽ ഓംകാരം ഒരു 3 തവണ ജപിക്കണം. അത് ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം, സങ്കല്പം വളരെ പ്രധാനമാണ്. ഇവിടെ എല്ലാവരും പറയായി സംഘർഷപൂരിതം സംഘർഷപൂരിതം എന്ന്. അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് സംശാന്തപൂരിതമാക്കാനും പറ്റുമല്ലോ. അതിന് നമ്മുടെ മനസ്സ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഈ മംഗളധ്വനി സംയുക്തമായിരിക്കുന്ന ഈ ഓംകാരം ജപിക്കുന്നത്, ഈ സംയുക്ത സ്വരം കേരളത്തിലോ ഭാരതത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കാതെ ആഗോളവ്യാപകമായ ഒരു പ്രസരണം നടത്തി തന്മൂലം എല്ലാവർക്കും ശാന്തിയും സമാധാനവും സമൃദ്ധിയും ഉണ്ടാവണം എന്നൊരു വിചാരം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. 21 വയസ്സായാൽ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ച അവസാനിച്ചു, പിന്നെ ക്ഷീണിക്കുകയാണ്. അതേസമയം നമുക്ക് വളരാനുള്ളത് നമ്മുടെ മനസ്സും ബുദ്ധിയുമാണ്. അത് അവസാന പ്രാണൻ വരെ വളരാൻ സാധിക്കും. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് വികസ്വരമായി വികസിച്ച് ലോകത്തിന് മുഴുവനും ശാന്തിയും സമാധാനവും ഉണ്ടാവണം എന്ന സങ്കല്പത്തോടു കൂടി നമുക്ക് 3 തവണ ഓംകാരം ജപിക്കാം. സാധാരണ ഇത് ജപിക്കാൻ പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഒന്ന് ഉറപ്പിച്ചൊക്കെ ഒന്ന് ശകാര രൂപത്തിലൊക്കെ പറയേണ്ടി വരും, പരിഭവ രൂപത്തിൽ. അത് കൂടാതെ കഴിക്കൂ. എല്ലാവരും എൻ്റെ കൂടെ ഒന്നിച്ച് ജപിക്കൂ. ഒന്നിച്ച് ഓ എന്ത് പറ്റി? ഇത് പറ്റില്ല. എല്ലാവരും കൂടി ജപിക്കൂ. ഓ പോരാ, നിങ്ങളുടെ സ്വരം ഞാൻ ജപിക്കുന്നതിനേക്കാൾ ഉയരണം. എല്ലാവരും കൂടി ജപിക്കുമ്പോൾ ഓ ഹരി ഓം തസ്. നന്നായി. 6ാമത്തെ കൊല്ലമാണല്ലോ അഷ്ടാവക്ര സംഹിത നാം വീണ്ടും വിശകലനം ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ചുഴിഞ്ഞ് ഇറങ്ങാൻ പരിശ്രമിക്കാൻ നോക്കുന്നത്. ഈ 5-6 കൊല്ലത്തിനുള്ളിൽ എല്ലാവരും ഒരേമാതിരി എല്ലാ കൊല്ലത്തിലും ഇത് കേട്ടു. ആദ്യത്തെ കൊല്ലവും സന്നിഹിതരായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മുമ്പില്ലാതിരുന്നവർക്കെല്ലാം പ്രയോജനപ്പെടണം. മുൻപ് കേട്ടിട്ടുള്ളവർക്ക് അതൊരു ആവർത്തനമായി മനസ്സിൽ മനനം ചെയ്യാനും സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ അഷ്ടാവക്ര സംഹിത എന്താണ് എന്നൊന്ന് ഞാൻ പറയാം. അഷ്ടാവക്ര മഹർഷിയും ജനക മഹാരാജാവും കൂടി നടന്ന ഒരു സംവാദമാണത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു മനുഷ്യജീവിത സിദ്ധാന്തം എന്താണെന്ന് അറിയാമോ? മനുഷ്യരാശിയിൽ എന്നും
നല്ല സ്വാധീനം ചെലുത്തുന്നതാണ് വ്യക്തിജീവിതം, വ്യക്തിചരിത്രം. പേഴ്സണൽ സ്റ്റോറീസ് ആർ ദ പ്രിവെയിലിംഗ് ഇൻഫ്ലുവൻസ് ഇൻ മാൻകൈൻഡ്, ഇൻ ഹ്യൂമാനിറ്റി എന്ന് ഞാൻ എപ്പോഴും പറയും. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മ വയ്ക്കണം, അതിൽ നിന്നൊരു സന്ദേശം ഉൾക്കൊള്ളണം, അതൊരു ആവേശവും സ്വാധീനവും നയനിർദ്ദേശവുമായി തീരണം എന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും ചെയ്തതോ പറഞ്ഞതോ അനുഭവിച്ചതോ കേട്ടതോ ഒക്കെ ആയിരിക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? പട്ടിയുടെ അടുത്തു നിന്നും കുരങ്ങൻ്റെ അടുത്തു നിന്നും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല, മനുഷ്യരുടെ അടുത്തു നിന്നേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൽ ഇതിഹാസം എന്നൊരു ചരിത്ര സാഹിത്യം ഇവിടെ ഉണ്ടായത്. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരുന്നു പോൽ എന്നാണ് ആ വാക്കിന് അർത്ഥം. ഇങ്ങനെ എന്തായിരുന്നു, ആരായിരുന്നു നമ്മുടെ പൂർവികർ, അവരുടെ കാലത്ത് അവർ ചെയ്തതും അവർ ചിന്തിച്ചതും അവർ സംസാരിച്ചതും അവർ പെരുമാറിയതും എല്ലാം ഇങ്ങനെയായിരുന്നു എന്ന്. അത് ദൃഷ്ടാന്തത്തോടുകൂടി ഓരോ പെരുമാറ്റത്തിൻ്റെയും പിൻകാര്യങ്ങളും മുൻകാര്യങ്ങളും എല്ലാം വിശദമാക്കി കാണിച്ചുകൊണ്ട് എഴുതുന്ന ചരിത്രമാണ് ഇതിഹാസം എന്ന് പറഞ്ഞാൽ. അത് ഇതിഹാസത്തിൽ പറഞ്ഞതൊക്കെ മനുഷ്യൻ്റെ മനസ്സും ബുദ്ധിയും ഉള്ളിടത്തോളം കാലം അതെപ്പോഴും അർത്ഥവത്താണ്, പ്രസക്തമാണ്. ആ ഇതിഹാസമാണ് നമ്മൾ ഈ പറഞ്ഞതും അഷ്ടാവക്ര സംഹിതയും. ഇതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ജനകൻ ഉപായപ്പെട്ട ഒരു രാജാവായിരുന്നില്ല, ജനക മഹാരാജാവാണ്. അദ്ദേഹത്തിൻ്റെ വളർത്തുപുത്രിയാണ് ജാനകി, സീത. ആ സീതയാണ് ശ്രീരാമൻ കല്യാണം കഴിച്ചത്. അപ്പോൾ രാമജീവിതത്തോടു കൂടി ബന്ധപ്പെട്ട് രാമൻ്റെ ശ്വശുരനാണ് ഈ ജനക മഹാരാജാവ്. നിങ്ങളെല്ലാവരും നല്ല പോലെ മനസ്സിലാക്കണം. സീതയ്ക്ക് എന്തെങ്കിലും അസാമാന്യമായ വിശേഷമുണ്ടെങ്കിൽ അത് ജനക മഹാരാജാവിൻ്റെ വളർത്തുപുത്രിയായി അദ്ദേഹം തൻ്റെ കയ്യിലുള്ള സമ്പത്തും സ്വാതന്ത്ര്യവും എല്ലാം മനസ്സിലുള്ളത് കൂടുതൽ കൂടുതൽ പകർന്നു കൊടുത്ത് വളർത്തി കൊണ്ടുവന്നതിൻ്റെ പേരിലാണ്. ആ ജനക മഹാരാജാവ് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് നല്ല ഒരു രാജസദസ്സുമുണ്ട്. ആ സദസ്സിൽ പലതരത്തിലുള്ള വിദ്വാൻമാരും കവിശ്രേഷ്ഠന്മാരും ആചാര്യന്മാരും ഒക്കെയുള്ള ഒരു സ്ഥലമാണത്. ഒരു ദിവസം ഈ അഷ്ടാവക്ര മഹർഷി അങ്ങോട്ട് കടന്നു ചെന്നു. അഷ്ടാവക്രൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ 8 വളവുള്ളവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ശരീരത്തിലെ 8 വളവുള്ള ആൾ എങ്ങനെയാണ് നടക്കുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ കോട്ടവാട്ടങ്ങളാണ് ആ നടത്തത്തിൽ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പഴയ കാലത്ത് വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ച് നമുക്ക് തരായിരുന്നു. ഇന്നത്തെ കാലത്ത് വല്ല സിനിമക്കാരങ്ങനെ പുറപ്പെടാവോ? 8 വളവുള്ള ആളുടെ ഒരു നടത്തം നമുക്ക് കാണിച്ചു തരാൻ എളുപ്പമല്ലാതെ. ആ 8 വളവുള്ള ഒരാൾ മഹർഷിയാണ്. ജനക മഹാരാജാവിൻ്റെ സദസ്സ് നടന്നുകൊണ്ടിരിക്കുക. ഒരു വിഷമവും ഇല്ലാതെ അദ്ദേഹം അങ്ങോട്ട് മുൻപ് പ്രഖ്യാപിക്കാതെ അറിയിപ്പിക്കാതെ അങ്ങോട്ട് കടന്നു ചെന്നു. അപ്പോൾ ഈ 8 വളവുള്ള ആൾ അത്ര എന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോൾ സദസ്സാകെ പൊട്ടിച്ചിരിച്ചു അത്രേ. ജനക മഹാരാജാവിൻ്റെ പ്രൗഢ സദസ്സ് ആകെ പൊട്ടിച്ചിരിച്ചു. എല്ലാവരും പൊട്ടിച്ചിരിച്ചത് കണ്ടപ്പോൾ ജനക മഹാരാജാവും ചിരിച്ചു. അല്ല, തെറ്റിപ്പോയി. അഷ്ടാവക്ര മഹർഷിയും ചിരിച്ചു. എല്ലാവരും സദസ്സാകെ ചിരിച്ചപ്പോൾ മഹർഷിയും ചിരിച്ചു. അപ്പോൾ ജനക മഹാരാജാവിന് ഇതെന്താപ്പം അത്? എൻ്റെ സദസ്സ് ചിരിച്ചത് എനിക്ക് മനസ്സിലാക്കാം, ഞാൻ ചിരിച്ചില്ല, അടക്കിയിരുന്നു. അത് കണ്ടിട്ട് ആഗത മഹർഷി എന്തിനാ ചിരിച്ചത് എന്നിങ്ങനെ ആലോചിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചു. വേണ്ടതുപോലെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. അപ്പോൾ പറഞ്ഞു അത്രേ അഷ്ടാവക്ര മഹർഷി, അങ്ങ് മഹാരാജാവാണ്, അങ്ങയുടെ സദസ്സ് വളരെ പ്രഖ്യാതമാണ്. ആ സദസ്സിലുള്ളവരെല്ലാവരും ജന്മന 8 വളവുള്ള ഒരാൾ. ആ ആളുടെ കുറ്റമല്ല ആ കുട്ടി അങ്ങനെ പെറ്റത്. അമ്മ അങ്ങനെ പെറ്റു. നമ്മളുടെ ശരീരം നമ്മൾ ഉണ്ടാക്കിയതല്ല, അച്ഛനമ്മമാർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളതാണ്. അതിൽ നിറം, മണം, ഗുണം, നീളം, വീതി ഇതൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ജന്മനാ കിട്ടിയിട്ടുള്ള ഒരു ദോഷം അത് കണ്ട് വിദ്വത് സദസ് ഇങ്ങനെ ചിരിച്ചുപോയി, പരിഹസിച്ചു എന്ന് വന്നാൽ, അങ്ങനെയുള്ള ഒരു സദസ്സിൻ്റെ ഉപദേശം കേട്ട് നടക്കുന്ന ആളാണോ ജനക മഹാരാജാവ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് പറഞ്ഞു അത്രേ. കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ജനക മഹാരാജാവിന് മനസ്സിലായി ഈ ആഗതൻ ആരാണെന്ന്. ഉടനെ കാക്കൽ വീണ് നമസ്കരിച്ച് അദ്ദേഹത്തിന് അഭിവാദ്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ജനക മഹാരാജാവ് ഓരോ ചോദ്യങ്ങളായി ചോദിച്ച് അതിന് മറുപടി പറയുകയാണ് ഈ സംഹിത. അതിൽ
ആദ്യമായിട്ട് ജനക മഹാരാജാവ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കഥം ജ്ഞാനമവാപ്നോതി, കഥം മുക്തിർഭവിഷ്യതി, വൈരാഗ്യം ച കഥം പ്രാപ്തം, ഏതദ് ബ്രൂഹി മമ പ്രഭോ. അല്പാക്ഷരങ്ങളിലാണ് ചോദ്യം മുഴുവനും. കഥം ജ്ഞാനമവാപ്നോതി, ജ്ഞാനം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരുവൻ കൈവരിക്കുക, സമ്പാദിക്കുക, നേടിയെടുക്കുക? കഥം മുക്തിർഭവിഷ്യതി, മുക്തി എന്ന് പറയുന്നത് സംഭവിക്കുന്നത് എങ്ങനെയാണ് മുക്തി സംഭവിക്കുക? അപ്പം മുക്തിയുടെ കാര്യത്തിൽ സമ്പാദിക്കുക എന്ന് പറയണില്ല, സംഭവിക്കുക എന്നാണ് പറയണത്. വലിയ അർത്ഥമാണല്ലോ അത്. ജ്ഞാനം എങ്ങനെ നേടിയെടുക്കാം, തത്ഫലമായി മുക്തി എങ്ങനെ പുഷ്പത്തിൽ നിന്ന് കായ പോലെ എങ്ങനെയാണ് വരിക എന്ന്. വൈരാഗ്യം ച കഥം പ്രാപ്തം, ഈ ജ്ഞാനത്തിൻ്റെ കൂടെ വൈരാഗ്യമുണ്ടെങ്കിലേ മുക്തി ഉണ്ടാവൂ. അതുകൊണ്ട് സഹവർത്തിയായ വൈരാഗ്യം എങ്ങനെ നേടിയെടുക്കാം? ഏതദ് ബ്രൂഹി മമ പ്രഭോന്ന്, ഇതെനിക്ക് പറഞ്ഞു തരൂ മഹാപ്രഭോന്ന്. അപ്പം ജനകനെ പോലെയുള്ള ഒരു മഹാരാജാവ് ഈ 3 കൂട്ടം ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിൽ പ്രപഞ്ചം മുഴുവനും ഉൾപ്പെട്ടു. മുക്തിശാസ്ത്രം, ജ്ഞാനശാസ്ത്രം, ആത്മശാസ്ത്രം, പാഞ്ചഭൗതികമായ പ്രപഞ്ചത്തിൻ്റെ നിർമ്മാണം എല്ലാം അതിൽ പെട്ടുകഴിഞ്ഞു ഈ ചോദ്യം. അത് കേട്ട ഉടനെ മഹാരാജാവിനോട് മഹാരാജാവിനോട് അഷ്ടാവക്ര മഹർഷി പറയുകയാണ്. എന്താ പറഞ്ഞത്? മുക്തിമിച്ഛസി ചേത്താത വിഷയാൻ വിഷഭത്യജ, ക്ഷമാർജവദയാതോഷ സത്യം പീയൂഷവദ്ഭജ. സർവധർമ്മശാസ്ത്രങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു മറുപടിയാണ്. മുക്തിമിച്ഛസി ചേത്താത, ഈ താത എന്നൊരു ശബ്ദമുണ്ടല്ലോ, അത് പുത്രൻ കുഞ്ഞ് എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ ഒരാൾക്ക് ആ പറയുന്ന ആളുടെ വൈഭവവും നിലയും ചോദിക്കുന്ന ആളെയും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുക. അച്ഛനമ്മമാർ കുട്ടികളോട് ചിലപ്പോൾ പറയാറുണ്ട് കുഞ്ഞേന്ന്. എത്ര കാലം പറയുന്ന അറിയില്ല. മുതിർന്നാലും അവർ തമ്മിലുള്ള വയസ്സ് വ്യത്യാസത്തിന് മാറ്റമില്ല, അപ്പോഴും പറയേണ്ടതാണ്. പക്ഷേ അച്ഛന് ധൈര്യമില്ല അത് പറയാൻ, കൂട്ടാക്കാറില്ല. അപ്പോൾ കുഞ്ഞെ ഞാൻ പറയണതൊന്ന് കേൾക്കൂ. മുക്തിമിച്ഛസി ചേത്താത, നിനക്ക് മുക്തിയാണ് ആവശ്യം, അതാണ് അഭിലഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ വിഷയാൻ വിഷഭത്യജ, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഭോഗവസ്തുക്കൾ, അനുഭവിക്കാനുള്ള വസ്തുക്കൾ ലോകത്തിൽ എത്രയെല്ലാം ഉണ്ടോ അത് വിഷമെന്ന പോലെ കണക്കാക്കി പരിത്യജിക്കണം. അപ്പോൾ ബാഹ്യമായിരിക്കുന്ന ഒരു നേട്ടങ്ങളിലും നിൻ്റെ മനസ്സിൽ അഭിലാഷമുണ്ടാവരുത്. അപ്പോൾ പിന്നെ എന്തിനോടാണ് അഭിലാഷം? ഈ ലോകവസ്തുക്കൾ മെച്ചപ്പെട്ടതല്ല, അവയ്ക്ക് ദോഷാംശങ്ങളുണ്ട്, വിഷം പോലെയാണെങ്കിൽ അപ്പോൾ അമൃതമായിട്ടുള്ളത് എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. അപ്പോൾ ഇത് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ അമൃത് പോലെ കണക്കാക്കി എന്തിനെയാണ് സേവിക്കേണ്ടത്, പിന്തുടരേണ്ടത് എന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ ക്ഷമാർജവദയാതോഷ സത്യം പീയൂഷവദ്ഭജ. ഈ പുറമെ ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞത് സുഖഭോഗ വസ്തുക്കൾ അല്ലെങ്കിൽ അനുഭവ വസ്തുക്കൾ പുറമേ ഉള്ളത്. പിന്നെയോ അകത്ത് വളർത്തിയെടുക്കാൻ പറയുന്നതോ ഒരു വിഷമവും ഇല്ല, പണച്ചെലവില്ല, ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ല. ക്ഷമ, സഹനശക്തി, ആർജവം, നേരെ വാ നേരെ പോ എന്നുള്ള ഋജുത്വം, ദയ, വേണ്ടത്തോളം ദയ അഖില ജീവജാലങ്ങളോട് മുഴുവനും. ക്ഷമാർജവദയാതോഷ, എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കണം. മുഖം വീർപ്പിക്കരുത്, കറുപ്പിക്കരുത്, ചുളുക്കരുത്. നമുക്ക് സന്തോഷിക്കാൻ എന്തു വേണം? ഒന്നും ആവശ്യമില്ല. നമ്മുടെ മനസ്സ് പ്രസന്നമാവണം. ആ പ്രസന്നത ഒരു ധനമായി, ഒരു ലക്ഷ്യമായി, ഒരു മൂല്യമായി, ഒരു നേട്ടമായി, ഒരു സമ്പന്നതയായി പരിഗണിച്ച് എപ്പോഴും മന്ദസ്മിതരായിരിക്കാൻ നിങ്ങളെല്ലാവരും പരിശ്രമിക്കണം. നമുക്ക് ഒരാവശ്യമില്ല ഈ ലോകത്തിൽ നിന്നൊന്നും. ഞാൻ എപ്പോഴും പറയും, ചിരിക്കാൻ പല്ലുണ്ട്, ചുണ്ടുണ്ട്, വേണ്ടത്തോളം ചിരിച്ചൂടെ, ഇപ്പം എന്താ അത്ര കുഴപ്പം? ക്ഷമാർജവദയാതോഷ സത്യം പീയൂഷവദ്ഭജ. പിന്നെ സത്യം, അത് നിങ്ങൾക്ക് എന്താണെന്നറിയാം. ഈ സത്യശബ്ദം എങ്ങനെയാണ് ഉണ്ടായതെന്നറിയോ? സത്തിനെ സംബന്ധിക്കുന്നതാണ് സത്യം. സത്ത് അതിൻ്റെ ഒരു പ്രായോഗികാർത്ഥമാണ് നുണ പറയരുത്, നേര് പറയണം എന്നുള്ളത്. സത്സംഗം എന്നൊക്കെ പറയാറില്ലേ? സത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. സത്ത് കൈക്കലാക്കണമെങ്കിൽ അതിനനുസരിച്ച് ഒരു ജീവിത രീതി നമുക്ക് വേണം. അതിൽ കളവും ചതിയും ഒന്നും ഉണ്ടാവരുത്. ഇത്രയും പറഞ്ഞു. അവിടുന്നാണ് ഇതിൻ്റെ പുറപ്പാട് മുഴുവനും. മുഖവര പറഞ്ഞത് ഇതാണ്.
അപ്പോൾ അഷ്ടാവക്ര സംഹിത കേൾക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർ എന്തു വേണം? മനുഷ്യജീവിതത്തിലെ ശരിയായ പെരുമാറ്റ മൂല്യങ്ങൾ നമുക്ക് 3 തരത്തിലുള്ളതാണ്: സ്വഭാവം, പെരുമാറ്റം, സമ്പർക്കം. ആ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സമ്പർക്കത്തിലും നാം നിരന്തരം പുലർത്തേണ്ടതായ മൂല്യങ്ങളെയും സിദ്ധാന്തങ്ങളെയുമാണ് ഈ പകുതി ശ്ലോകം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ക്ഷമ ആർജവദയാതോഷ സത്യം പീയൂഷവദ്ഭജ. ഇത്രയും ആയാൽ ഒരു മനുഷ്യന് യോഗ്യതയായി. എന്തിന്? ജ്ഞാനം സമ്പാദിക്കാൻ, മുക്തി കൈവരിക്കാൻ. വൈരാഗ്യം എത്രത്തോളം വേണോ അത് മുഴുവനും നമ്മളിൽ നിന്ന് പ്രവഹിച്ചു തുടങ്ങും. അത്രയധികം വൈരാഗ്യ സമ്പന്നത നേടിയെടുക്കാൻ പറ്റും. എന്നിട്ട് ആദ്യമായിട്ട് അഷ്ടാവക്രൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ ലോകത്തിൽ എല്ലാം കൂടി 2 വിഭാഗമുണ്ട്. ഒരു വിഭാഗം ഇവിടെ കാണപ്പെടുന്നത്, ഈ ലോകം മുഴുവനും ദൃശ്യമാണ്. നമ്മുടെ ശരീരമടക്കം. നമ്മുടെ ശരീരം നമുക്ക് കണ്ണുകൊണ്ട് കാണാം, കൈകൊണ്ട് തൊടാം. അതേപോലെ ഈ മേശ കൈകൊണ്ട് കാണാം, കണ്ണുകൊണ്ട് കാണാം, കൈകൊണ്ട് തൊടാം. ഈ ലോകം മുഴുവനും കാണാം, കേൾക്കാം, മറ്റു പ്രകാരത്തിൽ അറിയാം. ഇത് മുഴുവനും ദർശിക്കപ്പെടുന്നത്, അറിയപ്പെടുന്നത്, അനുഭവിക്കപ്പെടുന്നത്. ഇനി ഇത് കൂടാതെ എന്തെങ്കിലും നാം ദർശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ദർശിക്കുന്ന ഒരാൾ വേണം, അനുഭവിക്കുന്നുണ്ടെങ്കിൽ അനുഭവിക്കുന്ന ഒരാൾ വേണം, കാണുന്നുണ്ടെങ്കിൽ കാണുന്ന ദ്രഷ്ടാവ് വേണം. അപ്പോൾ ദൃശ്യമുണ്ടെങ്കിൽ അപ്പുറത്ത് ദ്രഷ്ടാവിൻ്റെ മുൻപിലാണ് ദൃശ്യം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ദൃശ്യമാണ്. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ദൃശ്യം. അപ്പോൾ പിന്നെ ദ്രഷ്ടാവാരാ? ആ പ്രപഞ്ചത്തെ കാണുന്നവൻ താൻ തന്നെ. അങ്ങനെ ഒരു ചോദ്യം. ജനക, വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ. ന പൃഥ്വീ ന ജലം വാ നാഗ്നി ന വായുർ അഗ്നി വാ ഭവാൻ. ന പൃഥ്വീ ന ജലം നാഗ്നിർ ന വായുർദ്യൗർന വാ ഭവാൻ. യേഷാം സാക്ഷിണമാത്മാനം ചിദ്രൂപം വിദ്ധി മുക്തയേ. ഒന്ന് നല്ലോണം ചിന്തിക്കൂ കൂട്ടരെ. നിങ്ങൾ ഈ ഭൂമിയല്ല, നിങ്ങൾ ഈ ജലമല്ല, നിങ്ങൾ വായുവല്ല, അഗ്നിയല്ല, ആകാശവുമല്ല. ഇതൊക്കെ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളല്ല നിങ്ങൾ എന്ന് വന്നാൽ പിന്നെ ആരാ ആവുക? ഇവയെ നോക്കിക്കാണുന്ന ദ്രഷ്ടാവ്. ഇവയെ നോക്കിക്കാണുന്നവനാണ് താൻ. അപ്പം താൻ കാണുന്നവനാണെങ്കിൽ താൻ കാണപ്പെടുന്നതാകുമോ? ഇല്ല. അപ്പം നിങ്ങൾ ദൃശ്യമാണോ? അല്ല, ദ്രഷ്ടാവാണ്. ദ്രഷ്ടാവ് ദ്രഷ്ടാവേ ആകൂ, ദൃശ്യമാകില്ല. ദൃശ്യം ദ്രഷ്ടാവുമാകില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ദൃഷ്ടൃത്വം നഷ്ടപ്പെടുമോ? നഷ്ടപ്പെടില്ല. ഈ ദൃശ്യത്തിന് നിങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്താ ഒരു മിണ്ടാത്തെ? എന്താ ഞാൻ കഴിഞ്ഞ പോലൊന്നും ഇവിടെ സംസാരിച്ചില്ല എന്നുണ്ടോ? ഈ ദൃശ്യത്തിന് നിങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആരും പറയില്ല മറുപടി. ഒന്ന് കേൾക്കട്ടെ. ഇല്ല. ഉറപ്പിച്ചു പറയും. ഈ പ്രപഞ്ചത്തിൽ ദൃശ്യമല്ലാതെ വല്ലതും ഉണ്ടോ? നിങ്ങളോ? ദ്രഷ്ടാവ്. അപ്പം ദൃശ്യമാവുമോ? ദൃശ്യം ദ്രഷ്ടാവോ? അപ്പം പിന്നെ നിങ്ങൾക്ക് എന്താ ഈ പ്രപഞ്ചത്തിൽ വരാൻ പോണത്? സന്തോഷമായിട്ട് തുള്ളിച്ചാടി ജീവിക്കണപ്പാ. തുള്ളിച്ചാടി ജീവിക്കൂ. ഞാൻ നോക്കി കാണുന്നവൻ ഈ പ്രപഞ്ചം മുഴുവനും കാണപ്പെടുന്നത് അതിൽ അച്ഛൻ പെട്ടു, അമ്മ പെട്ടു, ഭാര്യ പെട്ടു, ഭർത്താവ് പെട്ടു, കുട്ടികൾ പെട്ടു, വീട് പെട്ടു, കാറ് പെട്ടു, ആന, കുതിര, ഒട്ടകം ഒക്കെ പെട്ടു. അതൊക്കെ ദൃശ്യമാണ്. ഈ ദൃശ്യത്തിൻ്റെ ദ്രഷ്ടാവാണ് താൻ എന്ന് വരുമ്പോൾ ന പൃഥ്വീ ന ജലം നാഗ്നിർ ന വായുർ ദ്യൗർന വാ ഭവാൻ
യേഷാം സാക്ഷിണമാത്മാനം ചിദ്രൂപം വിദ്ധി മുക്തയേ. ഇവയെല്ലാം അല്ല, ഇതല്ലാതെ ഒരു സാധനമാണ് ഞാൻ. അതെന്താത്? ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും മാറ്ററും എനർജിയുമാണ്, ദ്രവ്യവും ഊർജവുമാണ്. പാഞ്ചഭൗതിക പ്രപഞ്ചം മുഴുവനും ദ്രവ്യോർജ സംഘാതമാണ്. ആ ദ്രവ്യോർജ സംഘാതമല്ല നീ, താൻ. അതല്ലാതെ പിന്നെ ഒന്നുണ്ടെങ്കിൽ എന്താ? നമ്മുടെ ഉള്ളിലുള്ള ചേതന കോൺഷ്യസ്നെസ്, പ്രജ്ഞ എന്ന് പറയുന്ന സാധനം, ദ പവർ ഓഫ് സെൻഷ്യൻസ്, ദ പ്രസൻസ് കോൾഡ് സെൻഷ്യൻസ്, ദ പൊട്ടൻഷ്യൽ കോൾഡ് സെൻഷ്യൻസ്, that is what you are. You are not matter nor are you energy. The entire creation is made up of matter and energy. Only in the living forms you can find the third factor, the third presence called consciousness. ഉണർവ് എന്നതിന് എന്തുകൊണ്ട് പറയണു? അതാണ് നമ്മളെ ഉണർത്തി തരുന്നത്. ഇവിടെ ഉണർത്തി തരാൻ എത്ര കാര്യങ്ങളുണ്ട്. നാം അല്ലാത്ത മറ്റു സാധനങ്ങളെ ഉണർത്തി തരുന്നത് പോലെ തന്നെയും ഉണർത്തി തരും. നമ്മുടെ ഉള്ളിലുള്ള ദ്രഷ്ട ജാഗ്രത അവസ്ഥയിൽ ഇരിക്കുന്നിടത്തോളം കാലം നാം അല്ലാത്ത ശരീരത്തെയും ശരീരം നോക്കിക്കാണുന്ന പ്രപഞ്ച വസ്തുക്കളെയും കാട്ടിത്തരുന്നു. ജാഗ്രത അവസ്ഥയുടെ അവസാനത്തിൽ അതെല്ലാം ബോർഡിൽ മായ്ക്കുന്നത് പോലെ ഠാപ്പ് എന്ന് മായ്ച്ചതിന് ശേഷം കിടന്നുറങ്ങുന്നു. ഉറങ്ങുന്ന സമയത്ത് ശരീരമില്ല, മനസ്സില്ല, ബുദ്ധിയില്ല, പ്രപഞ്ചമില്ല, ഈശ്വരനില്ല, ഒന്നുമില്ല. താൻ ഉറങ്ങുന്നു, താൻ ഉറങ്ങി. വിഷയം ഓബ്ജക്റ്റ് ഇല്ലാത്ത ഒരു വെർബാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. സകർമ്മക ക്രിയയല്ല, അകർമ്മക ക്രിയയാണത്. അപ്പം ഞാൻ ഉറങ്ങിയെന്ന് എണീറ്റ് നിങ്ങൾ പറയുമ്പോൾ ആരായി ഉറങ്ങിയത്? അവിടെ ശരീരമില്ലല്ലോ, ലോകവസ്തുക്കളില്ലല്ലോ, ഈശ്വരനില്ലല്ലോ, ഒന്നുമില്ലാതെ നിങ്ങൾ കിടന്നുറങ്ങിയപ്പോൾ ഉറങ്ങിയ ആളാരാ? ഞാൻ ഉറങ്ങി. ആ ഉറങ്ങിയ ചേതനയാണപ്പാ നിങ്ങൾ, അല്ലാതെ ഈ ലോകദൃശ്യമല്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നോക്കിക്കാണുന്ന ദ്രഷ്ടാവാണെങ്കിൽ ആ ദ്രഷ്ടാവിൻ്റെ മാനം എത്രയുണ്ടെന്ന് നിങ്ങൾ എന്നോട് പറയാമോ? മാനം എന്ന് പറഞ്ഞാൽ മെഷർ, മാഗ്നിറ്റ്യൂഡ്, ഡയമെൻഷൻ. അതിൻ്റെ ആ പരിമാണം. നമ്മുടെ കണ്ണ് വളരെ ചെറുതാണ്. ആ ചെറിയ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ നോക്കിക്കാണുന്നതോ ഒരു കടുകനെ നിങ്ങൾക്ക് കാണാം, ഒരടയ്ക്ക കാണാം, ഒരു മാങ്ങ കാണാം, തേങ്ങ കാണാം, ചക്ക കാണാം, പർവ്വതത്തെ കാണാം, സമുദ്രത്തെ കാണാം, ഗോളനിബിഡമായിരിക്കുന്ന ആകാശ വിസ്തൃതിയെ നോക്കി കാണാം. കടുകിൽ നിന്ന് തുടങ്ങി ആകാശ വിസ്തൃതി വരെ നോക്കിക്കാണുന്നതും കാട്ടിത്തരുന്നതുമായ കണ്ണ്, അതിൻ്റെ പ്രതിച്ഛായകൾ പതിയുന്നത് ശരീരത്തിൻ്റെ ഉള്ളിൽ ഉണർവ് തലത്തിലാണ്. അപ്പോൾ ആ ഉണർവ് തലം, അതിൻ്റെ മഹിമ, അതിൻ്റെ പരിമാണം, അതിൻ്റെ അളവ് എത്രയുണ്ടെന്ന് നിങ്ങൾ ഒരാൾ എന്നോട് പറയൂ. നിങ്ങൾ ചെറുതാണോ ശരീരത്തെ പോലെ? അതോ ഈ കാണുന്ന പ്രപഞ്ചത്തിനേക്കാൾ വലിപ്പമുള്ളതോ? യേഷാം സാക്ഷിണമാത്മാനം, അതാണ് ആത്മാവ്. ഈ കാണുന്ന ദൃശ്യവസ്തുക്കളല്ല, ശരീരവുമല്ല, അവയെ നോക്കിക്കാണുന്ന ദ്രഷ്ടാവാണ്. സർവ്വസാധനങ്ങളും നമ്മൾക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ മനസ്സിലാണ്, ശരീരത്തിലല്ല. മനസ്സിൽ അനുഭവപ്പെടുന്നു, എല്ലാം അനുഭവ രൂപത്തിലാണ്. ഒരു പർവ്വതത്തെ ഞാൻ അനുഭവിക്കുന്നു. ഏത് പർവ്വതത്തെയാണ് കാണുന്നത്? മനസ്സിൽ ഉണ്ടാകുന്ന ആ ഛായാപർവ്വതത്തെ, പതിപ്പ് പർവ്വതത്തെ. മനസ്സാണ് പർവ്വതത്തിൻ്റെ ഛായ അല്ലെങ്കിൽ പർവ്വതത്തിൻ്റെ പതിപ്പ് രചിക്കുന്നത്. ആ പതിപ്പിനെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. അത് പർവ്വതത്തോളം വലിപ്പം, സമുദ്രത്തോളം വലിപ്പം, ആകാശത്തോളം വിസ്തൃതം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഞാൻ എന്ന് പറയുന്ന ഉണർവ് എൻ്റെ കൂട്ടരെ എത്ര വലിപ്പമുണ്ടെന്ന് പറയൂ. യേഷാം സാക്ഷിണമാത്മാനം ചിദ്രൂപം വിദ്ധി മുക്തയെ. ജനക മഹാരാജാവേ, അങ്ങ് ഈ ചിദ്രൂപത്തെ മനസ്സിലാക്കണം മുക്തിക്ക് വേണ്ടി. എങ്ങനെ ജ്ഞാനം കിട്ടുമെന്ന് പറഞ്ഞില്ലേ, ചോദിച്ചില്ലേ? ജ്ഞാനം കിട്ടാനുള്ള വഴി പ്രപഞ്ച വസ്തുക്കളെ മുഴുവൻ നോക്കിക്കാണുന്ന ഞാൻ ദ്രഷ്ടാവാണ്.
ആ ദ്രഷ്ടാവിൻ്റെ വലിപ്പം ഈ ദൃശ്യത്തോടു കൂടി തട്ടിച്ചു നോക്കുമ്പോൾ എത്രയോ മേലെ 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 എന്ന് മനസ്സിലാക്കി അനന്തവിസ്തൃതമാണ് എനിക്ക്, വിസ്താരമാണ് എനിക്ക്, അനന്തമാണ് എൻ്റെ വിശാലത, അനന്തമാണ് എൻ്റെ കഴിവ്, അനന്തമാണ് എൻ്റെ മികവ്, അനന്തമാണ് എൻ്റെ ആഴം, ഉത്തുംഗത എന്നിങ്ങനെ ഉണരാൻ നമുക്ക് സാധിക്കണം. ഇത് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും നേടിയെടുക്കുന്ന ഒരു വൈഭവമാണിത്. ഇവിടെ കൈകാലുകൾ കൊണ്ടുള്ള പ്രവൃത്തി വരുന്നില്ല, പുഷ്പങ്ങൾ കൊണ്ടുള്ള പൂജ വരുന്നില്ല, പ്രണാമാദി എക്സസൈസസ് വ്യായാമങ്ങളുമില്ല അവിടെ. അതൊക്കെ ശരീരത്തിന് വേണ്ടി ചെയ്തോളൂ. നല്ല അഭ്യാസങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്. ചെറുപ്പം മുതൽക്ക് ഞാനൊക്കെ ചെറുപ്പം മുതൽക്ക് സൂര്യ നമസ്കാരമൊക്കെ ധാരാളം ചെയ്ത് ജീവിച്ചിട്ടുള്ള ആളാണ്. ക്ഷേത്രമായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട കേന്ദ്രം. കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ജനകൻ ചോദിച്ചതുപോലെ ചോദിച്ച് ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ചിദ്രൂപം വിദ്ധി മുക്തയെ, മുക്തി സംഭവിക്കണമെങ്കിൽ ചിദ്രൂപത്തെ മനസ്സിലാക്കണം. അത് തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആക്സസിബിൾ ആവൂ, സമീപിക്കാൻ പറ്റൂ. ശവമായിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒന്നും കെട്ടില്ല. നമ്മുടെ ശരീരത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ് ഡോക്ടർമാർ. ഓപ്പറേറ്റ് ചെയ്താലോ എന്തുണ്ടാവണു? അവർക്ക് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആ രക്തമാംസാദികളെ പരിശോധിക്കുന്നതൊഴികെ അവർക്ക് ഉണർവിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റുന്നില്ല. ആ ഉണർവിനെ നമുക്ക് ഉണരണമെങ്കിൽ ഉണർന്നിരിക്കുന്ന നമ്മൾ ജാഗ്രത അവസ്ഥയിൽ തന്നെ മനോതലത്തിൽ മനസ്ഥലത്തിൽ ചെന്ന് പറ്റി അവിടെയുള്ള മനോവൃത്തികളെയെല്ലാം പരിശോധിച്ച് തെളിച്ച് പരിശുദ്ധമാക്കിയതിന് ശേഷം അങ്ങോട്ട്, അതാണ് ഈ ശ്ലോകത്തിൽ എഴുതിയിരിക്കുന്നത്. ലയം വ്രജ, മനസ്സിൽ ഉദിക്കുന്ന മനോവൃത്തികളെയെല്ലാം അവിടെ തന്നെ ഉപശമിപ്പിച്ച് നിങ്ങൾക്ക് അവസാനം ഈ ശുദ്ധ ചൈതന്യം ഉണർവ് മാത്രമായി തീരും. എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ എല്ലാ മനോവൃത്തികളെയും ലയിപ്പിച്ച് സംലയിപ്പിച്ച് ഉണർവിനെ മാത്രമാക്കി തീർക്കുന്നത് എന്നാണ് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അധ്യായത്തിൽ പരാമർശിക്കുന്നത് മുഴുവൻ. അതാ, നിങ്ങളത് വേണ്ടതുപോലെ കേട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്നുള്ള വ്യത്യാസ ബുദ്ധി മുഴുവനും പോവും. നമ്മളെന്തോ വിശ്വാസം അവിശ്വാസം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ മാറ്റിവെക്കൂ. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വ്യത്യാസം എന്താ? മനസ്സ് വേറെ, ചിന്ത വേറെ. അതിൽ ഒരു ചിന്തയല്ല മറ്റൊരു ചിന്ത, ആ രണ്ടിലും പെട്ടതല്ല മൂന്നാമത്തെ ചിന്ത. മനസ്സും ബുദ്ധിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ബുദ്ധി ആലോചിക്കണു, അവസാനം നിഗമനങ്ങളിലെത്തണു. ഇങ്ങനെ പലതരത്തിലുള്ള വകഭേദങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി തീർക്കണു. ഈ വകഭേദങ്ങളെല്ലാം പോയി ചിന്തിക്കുന്ന മനസ്സും ആലോചിക്കുന്ന ബുദ്ധിയും ചിന്തിച്ചിട്ടുണ്ടാവുന്ന പരിണത ഫലങ്ങളും ആലോചനയിലുണ്ടാവുന്ന നിഗമനങ്ങളും എല്ലാം തന്നെ പൂർണ്ണമായി സൂര്യൻ അസ്തമിക്കുന്നത് പോലെ തൻ്റെ ഉൾത്തടത്തിൽ തന്നെ ലയിച്ച് അവസാനം ഉണർവ് മാത്രമായി തീരുന്നത് എങ്ങനെ എന്നതാണ് ഇതിൽ സിദ്ധാന്ത രൂപത്തിൽ ജനകനും അഷ്ടാവക്ര മഹർഷിയും കൂടി പറഞ്ഞ് സ്ഥാപിക്കുന്നത്. ഇതിൽ അഷ്ടാവക്ര മഹർഷി പറയുന്നതുണ്ട്, അത് കേട്ട് അത് വേണ്ടതുപോലെ ഗ്രഹിച്ച ഉടനെ ദാ അങ്ങ് പറഞ്ഞത് ഞാൻ കേട്ടു, എനിക്കിത് മനസ്സിലായി, എനിക്കിതാണ് അനുഭവം, ഇങ്ങനെയാണ് എന്ന് ജനകൻ മറുപടി പറയണു. ആ മറുപടി കേട്ടിട്ട് അഷ്ടാവക്ര മഹർഷി പറയണു, അതിൽ ഇന്നെ പിഴവുകളുണ്ട്, പോരാക്കുറവുകളുണ്ട്, അത് മനസ്സിലാക്കൂ, ഞാൻ പറഞ്ഞു തരാം, തിരുത്തൂ എന്ന് പറഞ്ഞ് അങ്ങനെ അനുഭവിച്ചുകൊണ്ടാണ് ഈ സംവാദം നീങ്ങുന്നത്. ഗുരു ശിഷ്യനെ ഉപദേശിക്കുന്നു. അത് വെറും അക്കാഡമിക്കായിട്ടുള്ള ഒരു ഉപദേശമല്ല. അത് ചെവിയിലൂടെ കേട്ട് കർണപുടത്തിൽ അത് വന്ന് തട്ടണു. അതിനുശേഷം മനസ്ഥലത്തിൽ പതിഞ്ഞ് ആ പതിപ്പോടുകൂടി മനസ്സിനെ പവിത്രമാക്കി ബുദ്ധിയെ പ്രബുദ്ധമാക്കി അതിൻ്റെ ആ പരിണത ഫലം എന്ന് പറയുന്ന ജ്ഞാനസിദ്ധി കയ്യോടെ ഉണ്ടാവുന്ന വിശേഷപ്പെട്ട ഒന്നാണ്. അതാണ് ഞാൻ ഈ അഷ്ടാവക്ര സംഹിത ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് ആത്മജ്ഞാനം കിട്ടിയില്ല എന്ന് പറയുന്ന ഒരൊറ്റ ആൾ ഇവിടെ ഉണ്ടാവരുത്. സർവ്വ ആൾക്കാരും പ്രബുദ്ധരാകണം. സർവ്വ ആൾക്കാരും പ്രബുദ്ധരാകണം, ആവും. അതിനാണ് ഈ സെഷൻ. നമ്മളിപ്പോൾ 5 കൊല്ലം നടത്തി, 6ാമത്തെ കൊല്ലം. അതിലൊരു മുഖശ്ലോകം എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വായിച്ചു നോക്കൂ. നാളെ മുതൽക്ക് നമ്മൾക്കത് ചൊല്ലാം. ആദ്യമായി പതിവ് പോലെ. ഇന്ന് ഞാൻ നിർത്താം, നേരമായല്ലോ. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു
കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി ഹരി ഓം തത്സ. നമുക്കൊരു സമാപന ഓങ്കാരം ജപിക്കാം എല്ലാവരും കൂടെ. അതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കുകയായി. എല്ലാവരും അതിനുള്ള പോസ് എടുക്കൂ. നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കൈ കോർത്ത് മടിയിൽ വയ്ക്കുക. ആകാവുന്നിടത്തോളം വിഷമിക്കാതെ നിവർന്നിരിക്കുക. കണ്ണടയ്ക്കുക. എന്നിട്ട് വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ഇത്തവണ അവസാനം ഒരു തവണ ഓങ്കാരം. ഇതാ ഓ